വെൽക്കം. തായ്മോനാണ്. ലിംഫാറ്റിക് സിസ്റ്റം അനാട്ടമി ആൻഡ് ഫിസിയോളജി. ഈ വീഡിയോ സീരീസിലെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്, സെക്കൻഡ് വീഡിയോ ആണിത്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറഞ്ഞത്? ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ലിംഫ് എന്താ, ലിംഫ് എങ്ങനെ ഉണ്ടാകുന്നു, ലിംഫ് എങ്ങനെ ഒഴുകുന്നു, ലിംഫ് എവിടെ പോയി ചേരുന്നു. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്, ലിംഫാറ്റിക് സിസ്റ്റം ആസ് എ ഹോൾ. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ലിംഫാറ്റിക് ഓർഗൻസിനെ കുറിച്ചിട്ടാണ്. ലിംഫാറ്റിക് ഓർഗൻസ് നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ്. ഒന്ന് ലിംഫ് നോഡ്സ് ആണ്, രണ്ടാമത്തത് സ്പ്ലീൻ ആണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ ലിംഫാറ്റിക് ഓർഗനായിട്ടുള്ള ലിംഫ് നോഡ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ ഇതൊരു ലിംഫാറ്റിക് ടിഷ്യൂ ആണ്. ദെൻ സ്പ്ലീൻ ഉണ്ട്, സ്പ്ലീനും ലിംഫാറ്റിക് ടിഷ്യൂ ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഈ ലിംഫാറ്റിക് ടിഷ്യൂ ഓർഗൻസ് നോക്കിക്കഴിഞ്ഞാൽ ലിംഫാറ്റിക് സിസ്റ്റത്തിലെ സെൽസിന് പ്രവർത്തിക്കാൻ ഒരു സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഫംഗ്ഷൻ. ഇവിടെയാണ് ലിംഫോസൈറ്റ്സ്, ഈ കാണുന്നതെല്ലാം ലിംഫോസൈറ്റ്സ് ആണ്. ലിംഫോസൈറ്റ്സ് വെച്ചിരിക്കുന്നത്, വിന്യസിച്ചിരിക്കുകയാണ്. അവിടെ നമ്മൾ ഹൗസ്ഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. ലിംഫോസൈറ്റ്സ് ആർ ഹൗസ്ഡ് ഇൻ ദ ലിംഫ് നോഡ്. സോ ഇതൊരു ഇമ്മ്യൂൺ സർവൈലൻസ് ഏരിയ, അതായത് ശരീരത്തിലെത്തുന്ന മൈക്രോബ്സ് ഓർ അതർ മെറ്റീരിയൽസ് എല്ലാം ലിംഫിലൂടെ ഇവിടെ എത്തും. അത് ഏതൊക്കെയുണ്ട് എന്ന് നോക്കുക. സോ ഈ ലിംഫാറ്റിക് ടിഷ്യൂവിന് രണ്ട് ഏരിയാസ് ഉണ്ടാകും. ഒന്ന് സ്ട്രക്ചറൽ ഏരിയ ആണ്, രണ്ട് ഫംഗ്ഷണൽ ഭാഗം. സ്ട്രക്ചർ ഭാഗം ഈ ഓർഗൻസ് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് സ്ട്രക്ചറൽ ഭാഗം. രണ്ടാമത്തത് ഫംഗ്ഷണൽ പാർട്ടാണ്. ഇവിടെ നിർദ്ദേശിച്ചിട്ടുള്ള ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെല്ലുകളായിരിക്കും ഇരിക്കുക. അപ്പോൾ നമ്മളൊരു സ്കൂളോ കോളേജോ ഒക്കെ പോലെയാണ്, ഒരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിംഗ് ആണ് നമ്മൾ ലിംഫ് നോഡ് എന്ന് പറയുന്നത്. ആ ബിൽഡിങ്ങിനകത്ത് ഉള്ള ഫംഗ്ഷണൽ പാർട്ടാണ് ഇവിടെയുള്ള ലിംഫോസൈറ്റ്സ് ഒക്കെ വെച്ചിരിക്കുന്നത്. മറ്റേത് സ്ട്രക്ചറൽ പാർട്ടാണ്. ഇത്രയും ഈ ഭാഗങ്ങളെല്ലാം സ്ട്രക്ചറൽ പാർട്ടാണ്. ലിംഫ് അവിടെ ഒഴുകിയെത്തണം, അത് ഫിൽട്ടർ ചെയ്തിട്ട് അത് കടത്തി വിടുമ്പോഴത്തേക്കും അതിനകത്ത് ഓർഗാനിസംസ് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കണം. സോ ഇത് അവയുടെ സ്ട്രക്ചറൽ പാർട്ടാണ്. സോ സ്ട്രക്ചറൽ പാർട്ട് നമുക്ക് പഠിക്കണം, ദെൻ ഫംഗ്ഷണൽ പാർട്ടും നമുക്ക് പഠിക്കാം. സോ ഈ സ്ട്രക്ചറൽ പാർട്ടിലാണ് ഫംഗ്ഷണൽ ഭാഗങ്ങളൊക്കെ ഉള്ളത്. സോ ദിസ് സ്ട്രക്ചറൽ പാർട്ട് ഓഫ് ദ ലിംഫ് നോഡ് ബേസ് ആസ് ദ ബെഡ് ഫോർ ലിംഫോസൈറ്റ്സ്. ലിംഫോസൈറ്റ്സിന് ഇരിക്കാനുള്ള ഒരു സ്ഥലം, ഹൗസ് ചെയ്യാനുള്ള ഒരു സ്ഥലം. ഓക്കെ, ഈ സ്ട്രക്ചറൽ പാർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ പച്ച കളറിൽ കാണുന്നതെല്ലാം സ്ട്രക്ചറൽ പാർട്ടാണ്. സ്ട്രക്ചറൽ പാർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കൊളാജിൻ റെറ്റിക്കുലാർ ഫൈബേഴ്സ് ആണ്. കൊളാജിൻ റെറ്റിക്കുലാർ ഫൈബേഴ്സ്. റെറ്റിക്കുലാർ എന്ന് പറഞ്ഞാൽ നാര് പോലെയുള്ളത് എന്നാണ് അർത്ഥം. ഇതൊരു നെറ്റ് പോലെയുള്ള ഫൈബർ മെഷ് വർക്കാണ് ശരിക്കും. സോ ഈ മെഷിൽ തന്നെ ഇവിടെ ഞാൻ വലുത് വരച്ചിട്ടുണ്ട്, അത് കോഴ്സ് ആണ്. ഇത് കോഴ്സ് ആണ്, COARS, കോഴ്സ് ഫൈബേഴ്സ് എന്ന് പറയും. ആൻഡ് മറ്റുള്ളത് ഈ ചെറുത് കാണുന്നത് ചെറിയ മെഷ് വർക്കിനെ നമുക്ക് ഫൈൻ നെറ്റ്വർക്ക് ഫൈബേഴ്സ്. സോ ഇതെല്ലാം ടൈപ്പ് 3 കൊളാജിൻ ആണെന്ന് കൂടി ജസ്റ്റ് ചില ആൾക്കാർക്ക് ഇത് വേണ്ടി വരും. ടൈപ്പ് 3 കൊളാജിൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് കൂടി ചില ആൾക്കാർക്ക് ഓർത്ത് വെക്കേണ്ടി. സോ ഈ ഫൈബർ നെറ്റ് നമ്മളെ ഉദ്ദേശിക്കുന്ന ഏകദേശം മീൻ പിടിക്കുന്ന ഒരു വല പോലെയാണ് അല്ലെ. മീൻ പിടിക്കാനായിട്ട് നമ്മൾ ഫൈബർ നെറ്റ് ഇടുന്നു, മീൻ കോരി എടുക്കുമ്പോൾ മീൻ അതിൻ്റെ ഉള്ളിൽ കിടക്കും അല്ലെ. ഇതേപോലെ ഈ ലിംഫിനോട് ഒരു നെറ്റാണ്. ഇവിടെ കൂടി ലിംഫ് വന്ന് ഒഴുകും, തിരിച്ച് ഇപ്പുറത്ത് കൂടി വേറെ വഴി കൂടി പോകും. അപ്പോൾ ഇതിനകത്തുള്ള മൈക്രോബ്സ് ഇവിടെ തടയും. അവിടെ വെച്ചിട്ടുള്ള ലിംഫോസൈറ്റ്സ് ഇവയെ വന്ന് നോക്കിയിട്ട് കൊല്ലാനുണ്ടെങ്കിൽ കൊല്ലും, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ ചെയ്യാനുണ്ടാവും അതെല്ലാം ചെയ്യും. സോ ഇതൊരു ആക്ച്വലി ഒരു മെഷ് വർക്ക് നെറ്റ്വർക്ക് തന്നെയാണ്. സോ ലിംഫാണ് പക്ഷെ ഇതിലൂടെ ഒഴുകുന്നത്. സോ ലിംഫിനെ ഫിൽട്ടറേഷൻ ചെയ്യുക, അതിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ കൊല്ലുക എന്നുള്ളതൊക്കെയാണ് ഇതിലൂടെ ഫംഗ്ഷൻ. ഇനി നമുക്ക് ലിംഫ് നോഡ്സിന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുക, ഏറ്റവും മുകളിൽ ദിസ് പച്ച കളറിൽ ഞാൻ വരച്ചിരിക്കുന്നത് ഏറ്റവും മുകളിലുള്ള ഒരു കവറിംഗ് ഉണ്ട്. കവറിങ്ങിനെ നമുക്ക് എൻകാപ്സുലേറ്റഡ് അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ കവറിംഗ് എന്ന് വിളിക്കാം. ഇങ്ങനെ ക്യാപ്സ്യൂൾ കവറിംഗ് ഉള്ളതിനെ നമ്മൾ എൻകാപ്സുലേറ്റഡ് എന്നാണ് വിളിക്കുക, എൻകാപ്സുലേറ്റഡ്. സോ ഇങ്ങനെ കവറിംഗ് ഇല്ലാത്തതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കവറിംഗ് ഇല്ലാത്തതും ഉണ്ട്. സോ അതിനെ നമുക്ക് നോൺ എൻകാപ്സുലേറ്റഡ് എന്ന് പറയാം. നോൺ എൻകാപ്സുലേറ്റഡ് ടൈപ്പ് ഓഫ് ലിംഫ് നോഡ്സ് ഉണ്ട്. അതെവിടെയാണുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണം തൊണ്ടയിലും മറ്റും അത് ഡിഫ്യൂസ് ആയിട്ട് അങ്ങ് വെച്ചിരിക്കുകയാണ്. ലിംഫാറ്റിക് ടിഷ്യൂ, അതിന്റെ പേര് മാൾട്ട് എന്നാണ്. മാൾട്ട്, മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോ ടിഷ്യൂ. അതൊരു നോൺ എൻകാപ്സുലേറ്റഡ് ടൈപ്പ് ഓഫ് ലിംഫ് നോഡ്സ് ആണ്. പക്ഷെ നമ്മളിവിടെ പറയുന്നത് എൻകാപ്സുലേറ്റഡ്, കവറിംഗ് ഉള്ള എൻകാപ്സുലേറ്റഡ് ടൈപ്പ് ഓഫ് ലിംഫ് നോഡ്സിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയാം. ഇനി ഇതിനകത്ത് ഫംഗ്ഷണൽ ഭാഗം സെൽസ് ആണ്, ബ്ലഡ് സെൽസ് തന്നെയാണ്. ഇതിനകത്തുള്ള സെൽസിന്റെ പേര് ലിംഫോസൈറ്റ്സ് എന്നാണ്. ലിംഫ് നോഡ്സ്, ലിംഫോസൈറ്റ്സ്. നമ്മൾ ബ്ലഡിനകത്ത് ലിംഫോസൈറ്റ് പഠിക്കുന്നുണ്ട്, സെയിം അതേ ലിംഫോസൈറ്റ് തന്നെയാണ് ഇവിടെയും ഉള്ളത്. ഏതൊക്കെ ലിംഫോസൈറ്റ്സ് ആണെന്ന് വെച്ചാൽ B ലിംഫോസൈറ്റ്സ് ഉണ്ട് ആൻഡ് ഓൾസോ T ലിംഫോസൈറ്റ്സ്. രണ്ട് തരം ലിംഫോസൈറ്റ്സും ഇവിടെയുണ്ട്. സോ ലിംഫ് നോഡ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. ചുരുക്കത്തിൽ രക്തത്തിലൂടെ ഒഴുകി നടക്കാത്ത ലിംഫോസൈറ്റ്സിനെ പ്രത്യേകമായി, ഇതെല്ലാം ലിംഫോസൈറ്റ്സ് ആണ്, ഇത് ലിംഫോസൈറ്റ്സ് ആണ്, പ്രത്യേകമായി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വിന്യസിച്ച് നിർത്തുന്ന ഒരു സ്ഥലമാണ് ലിംഫ് നോഡ് എന്ന് പറയും. ഇനി B ലിംഫോസൈറ്റും T ലിംഫോസൈറ്റും അല്ലാതെ മറ്റ് ബ്ലഡ് സെൽസ് ഏതെല്ലാം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്രോഫേജസ് ഉണ്ട് എന്ന് പറയാം. മാക്രോഫേജസ് ഏതാണ്? മോണോസൈറ്റ്സ് തന്നെയാണ്. മോണോസൈറ്റ്സ് ഇവിടെ വന്നിരിക്കുമ്പോൾ
പറയുമ്പോൾ മാക്രോഫേജസ് എന്ന് പറയും. മോണോസൈറ്റ്സിന്റെ വേറെ രൂപമാണ്. ദെൻ ഡെൻഡ്രൈറ്റിക് സെൽസ് ആണ് അടുത്തത്. ഡെൻഡ്രൈറ്റിക് സെൽസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ന്യൂറോൺസിൽ നമ്മൾ പഠിക്കുമ്പോൾ ഡെൻഡ്രൈറ്റ്സ് പഠിക്കും. സോ അതേപോലെ ഡെൻഡ്രൈറ്റ്സ് പോലെയുള്ള ഇപ്പോൾ സെല്ല് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ ചാടി നിൽക്കുന്ന കുറേ ഭാഗങ്ങളുള്ള സെല്ലിനെയാണ് നമ്മൾ ഡെൻഡ്രൈറ്റിക് സെൽ എന്ന് പറയും. അടുത്ത സെൽ ഏതാണെന്ന് വെച്ചാൽ ആന്റിജൻ പ്രസന്റിങ് സെൽസ് ആണ്, APCs എന്ന് നമ്മൾ പറയും. ആന്റിജൻ പ്രസന്റിങ് സെൽസിന്റെ പണി എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെതല്ലാത്ത എന്തെങ്കിലും കിട്ടിയാൽ അത് കണ്ടുപിടിച്ചിട്ട് T ലിംഫോസൈറ്റ്സിനെയും B ലിംഫോസൈറ്റ്സിനെയും വിവരം അറിയിക്കുക എന്നുള്ളതാണ് ആന്റിജൻ പ്രസന്റിങ് സെൽസ്. പേര് തന്നെ അങ്ങനെയാണ്, ആന്റിജൻ പ്രസന്റ് ചെയ്യുന്ന സെല്ലുകളാണ്. സോ ശരീരത്തിലെ എല്ലാ സെല്ലുകളും, ന്യൂക്ലിയസ് ഉള്ള എല്ലാ സെല്ലുകളും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആന്റിജൻ പ്രസന്റിങ് സെല്ലാണ്. ഇവിടെ ഇത് മോട്ടൈൽ ആയിട്ടുള്ള ആന്റിജൻ പ്രസന്റിങ് സെൽസ് ആണ് ഉള്ളത് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ലിംഫ് നോഡ്സ് എവിടെ ഇരിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കണം. സോ എവിടെയെല്ലാമാണ് ലിംഫ് നോഡ്സ് കാണുന്നത് എന്ന്. സോ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വെച്ച അതേ സ്ലൈഡ് തന്നെയാണ്. സോ ലിംഫോയിഡ് ഓർഗൻസിലെ പ്രിൻസിപ്പൽ ലിംഫോയിഡ് ഓർഗൻ ആണ് നമ്മൾ ഈ പറയുന്ന ലിംഫ് നോഡ്സ് എന്ന് പറയും. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലിംഫ് വെസൽസിനെ പറ്റി പറഞ്ഞായിരുന്നു, ലിംഫ് വെസൽസ് പഠിച്ചു. സോ ഈ ലിംഫ് വെസൽസ് ഒഴുകുന്ന ഭാഗങ്ങളിൽ ചിലയിടങ്ങളിൽ കൂട്ടമായിട്ട് ക്ലസ്റ്റേഴ്സ് ആയിട്ട്, ഇവിടെയൊക്കെ ക്ലസ്റ്റേഴ്സ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ലിംഫ് നോഡ്സ് എന്ന് പറയും. സോ ഇത് ലിംഫാറ്റിക് വെസൽസ്. ഇപ്പോൾ ഇതൊരു ലിംഫാറ്റിക് വെസൽ ആണെന്ന് വിചാരിക്കുക, ഇത് വേറെ ലിംഫാറ്റിക് വെസൽ ആണ്, ഇത് വേറെ ലിംഫാറ്റിക് വെസൽ ആണ്. ഇതെല്ലാം കൂടി ഇങ്ങനെ കൂടിച്ചേർന്നിട്ട് ഒരു എന്താ പറയാ ലിംഫ് ട്രങ്ക് ആയിട്ട് മാറുന്നുണ്ട്. സോ ഈ ഭാഗത്ത് ലിംഫാറ്റിക് വെസൽസ് കൂടിച്ചേർന്ന് ലിംഫ് ട്രങ്ക് ആയിട്ട് മാറുന്ന ഭാഗത്താണ് കൂടുതലായിട്ട് ഈ ലിംഫ് നോഡ്സ് ഇരിക്കുക. സോ ഇവിടെ നമുക്ക് ലിംഫ് നോഡ്സ് കാണാം. ദാ ഇവിടെ കക്ഷത്തിന്റെ ഇവിടെയൊക്കെ കഴുത്തിന്റെ ഇവിടെ എല്ലാം ലിംഫ് നോഡ്സ് കൂടുതലുള്ള ഭാഗങ്ങളാണ്. സോ ഇങ്ങനെ ഏകദേശം 450 മുതൽ 800 വരെ പല ബുക്കിലും പലതാണ് ലിംഫ് നോഡ്സ് ഉണ്ട് എന്നാണ് ഒരു ഏകദേശ കണക്ക്. ആൻഡ് ചിലത് ശരീരത്തിനകത്ത് ഡീപ്പാണ്, ശരീരത്തിന്റെ ഉള്ളിലാണ് ഇരിക്കുക. ചിലത് സൂപ്പർഫിഷ്യൽ ആയിട്ടും നമുക്ക് ലിംഫ് നോഡ്സ് കാണാനായിട്ട്. സോ ഇനി ലിംഫ് നോഡ്സ് എവിടെയെല്ലാമാണ് കൂടുതൽ കാണപ്പെടുന്നത് വെച്ചാൽ ലിംഫ് നോഡ്സ് കാണപ്പെടുന്ന അഗ്രിഗേറ്റ്സ് ഓർ ക്ലസ്റ്റേഴ്സ് ആയിട്ടാണെന്നും പറഞ്ഞു. ഇത് ചില ഭാഗങ്ങളിൽ കൂടുതലാണെന്നും പറഞ്ഞു. ഉദാഹരണം കഴുത്ത്, സെർവിക്കൽ പാർട്ട്, സെർവിക്കൽ കഴുത്ത് ഈ ഭാഗത്ത് ലിംഫ് നോഡ്സ് കൂടുതലായിട്ട് കാണപ്പെടാം. ദെൻ ആക്സിലറി ഞാൻ പറഞ്ഞു കക്ഷം ഇവിടെയുള്ളത്, മാമറി ഗ്ലാൻഡ് ഈ ഭാഗങ്ങളിൽ ലിംഫ് നോഡ്സ് കൂടുതലാണ്. ദെൻ GITക്കകത്ത് മിസെൻട്രി, ആ GIT ഇൻറ്റസ്റ്റൈനിലെ ട്രാക്കിനകത്ത് മിസെൻട്രിയിൽ ധാരാളം ഉണ്ട്. ഇനി കാലുകൾ രണ്ടും ഈ കൂടിച്ചേരുന്ന സ്ഥലം, ഇതിനെ നമുക്ക് ഇൻഗ്വൈനൽ ഏരിയ എന്നോ അല്ലെങ്കിൽ ഗ്രോയിന്നോ ഒക്കെയാണ് പറയാം. സോ ഇവിടെയും ഒരുപാട് ലിംഫ് നോഡ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി വെർട്ടിബ്രൽ കോളത്തിന് ചുറ്റും ഇങ്ങനെ ലിംഫ് നോഡ്സും നമുക്ക് കാണാനായിട്ട്. ഓക്കെ, സോ ഇവിടെയൊക്കെയാണ് ലിംഫ് നോഡ്സ് കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുക. ഇനി നമുക്ക് ലിംഫ് നോഡ്സിന്റെ അനാറ്റമി എന്ന് കാണാം. ലിംഫ് നോഡ്സ് ചെറുതാണ്, 1 to 2.5 മില്ലിമീറ്റർ മാത്രമേ ഉള്ളൂ ഇതിന്റെ സൈസ്. ഇത് ഏകദേശം ബീൻ ഷേപ്ഡ് ആണ്. ഈ പച്ച കളറിലതാ ഇങ്ങനെയാണ് ഇരിക്കുക, ബീൻ ഷേപ്ഡ് ആണ് സാധനം. ആൻഡ് ഓൾമോസ്റ്റ് റെഡിഷ് കളറാണ്. ആൻഡ് ഈ ഭാഗം, മുകൾ ഭാഗം നോക്കുക, ഇതൊരു കോൺവെക്സ് സർഫസ് ആണ്. ആ ഭാഗം ഇത്തിരി വലുതായിട്ട് നമുക്ക് കാണാൻ പറ്റും. താഴെയുള്ള ഭാഗം, ഈ ഭാഗം കോൺകേവ് സർഫസ് ആണ്. ഇവിടെ ഹൈലോ ഒക്കെ ഉണ്ട്. സോ ആ ഭാഗം ചെറിയൊരു ഭാഗമാണ്. ഇനി ഈ വരച്ചിരിക്കുന്നത് ഒരു എൻകാപ്സുലേറ്റഡ് ആണ്. ഈ കാണുന്നതാണ്, ഈ പച്ച കളറിൽ മൊത്തം കാണുന്നത് എൻകാപ്സുലേറ്റഡ് ആണ്. സോ അതിനെ നമ്മൾ ക്യാപ്സ്യൂൾ എന്നാണ് വിളിക്കുന്നത്. സോ എൻകാപ്സുലേറ്റഡ് വൺ പുറമെയുള്ള കവറിങ്ങിനെ ക്യാപ്സ്യൂൾ എന്ന് പറയാം. സോ ഇതാണ് പുറം കവർ. ഈ ക്യാപ്സ്യൂളിന്റെ ഉള്ളിലുള്ള ഈ സ്പേസിനെ നമുക്ക് സബ് ക്യാപ്സുലാർ സ്പേസ് എന്ന് നമുക്ക് വിളിക്കാം. തൊട്ടടിയിലുള്ള സ്പേസ് ആണ് സബ് ക്യാപ്സുലാർ സ്പേസ്. ഇനി ക്യാപ്സ്യൂളിന്റെ ഉൾഭാഗത്ത് ഈ ചില ഭാഗങ്ങൾ, അതായത് നമുക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ടുണ്ടാവും. ഇവിടെ ഇറങ്ങി ചെന്നിട്ടുണ്ട്, ഇവിടെയൊക്കെ ഇങ്ങനെ പല ഭാഗങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട്. സോ ഇതാണ് ഇൻവേർട്ട് പ്രൊജക്ഷൻസ് ഉള്ളിലേക്ക്. സോ ഉൾവശം ഇൻവേർട്ട് പ്രൊജക്ഷൻസ് ഉള്ളതുകൊണ്ട് ഒറ്റ ഒരു ഹോളോ ഏരിയ അല്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇതൊരു സെപ്റ്റയാണ്. ദിസ് ഈസ് വൺ സെപ്റ്റ, ദിസ് ഈസ് അനദർ സെപ്റ്റ, ദിസ് ഈസ് അനദർ സെപ്റ്റ. ഇതൊക്കെ വേറെ സെപ്റ്റ ആവുന്നത് ബിക്കോസ് ഓഫ് ദിസ് ഇൻവേർട്ട് പ്രൊജക്ഷൻസ് ഉള്ളത് കൊണ്ടാണ്. ഇങ്ങനെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന, ഈ തള്ളി നിൽക്കുന്ന ഇതിന് എന്തെങ്കിലും പേര് കൊടുക്കാനുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവയെ ട്രബിക്കുല എന്ന് പേര് കൊടുക്കാം. സോ ട്രബിക്കുല മേക്ക് പാർട്ടീഷൻസ്. സോ ഈ സബ് ക്യാപ്സുലാർ സ്പേസിന്റെ ഉള്ളിലുള്ള മൊത്തം ട്രബിക്കുല ഉൾപ്പെടെ എല്ലാത്തിനെയും കൂടി എന്ത് വിളിക്കാന്ന് വെച്ചാൽ അതിനെ നമ്മൾ വിളിക്കുക ഗ്ലാൻഡുലാർ സബ്സ്റ്റൻസ് എന്നാണ്. ഗ്ലാൻഡിന്റെ ഉള്ളിലുള്ള സംഭവങ്ങളെല്ലാം കൂടി ചേർത്തത് ഗ്ലാൻഡുലാർ സബ്സ്റ്റൻസ് എന്ന് വിളിക്കാം. ചിലർക്ക് മറന്നുപോയാലും കുഴപ്പമൊന്നും. ഇനി ഈ ഗ്ലാൻഡുലാർ സബ്സ്റ്റൻസിന് ഒരു പുറംഭാഗമുണ്ട്, ഒരു ഉൾഭാഗം ഉണ്ടാവും അല്ലെ. സാധാരണ രീതിയിൽ നമ്മൾ പുറംഭാഗത്തിന് എപ്പോഴും കോർട്ടക്സ് എന്നാണ് വിളിക്കുക. സോ ഔട്ടർ കോർട്ടിക്കൽ ഏരിയ. ഇപ്പോൾ ഉൾഭാഗം സാധാരണ വിളിക്കുക, ഇത് ഉൾഭാഗമാണെങ്കിൽ അതിനെ നമ്മൾ മെഡുല്ല എന്ന് തന്നെയാണ് എല്ലായിടത്തും വിളിക്കുന്നത് പോലെ ഇവിടെയും മെഡുല്ല. സോ ഇന്നർ മെഡുലറി ഏരിയ. ആൻഡ് ദിസ് ഔട്ടർ കോർട്ടക്സിനും ഇന്നർ മെഡുല്ലയുടെയും ഞാൻ ഇവിടെ ചെറുതായിട്ട് പിങ്ക് കളറിൽ വരച്ചിട്ടുണ്ട്, ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. ഈ ഭാഗത്തെ നമുക്ക് വിളിക്കുന്നത് നമ്മൾ പാരാ കോർട്ടക്സ് എന്നാണ്. സോ പാരാ കോർട്ടക്സ് എന്നാണ് ഈ ഉൾഭാഗത്തെ നമ്മൾ. സോ ഏറ്റവും പുറത്തൊരു ക്യാപ്സ്യൂൾ, അത് ഉള്ളിലേക്ക് നീങ്ങിയിരിക്കുന്നത് ട്രബിക്കുല,
ആൻഡ് ദിസ് മേക്ക് പാർട്ടീഷൻസ്. ഇതിന്റെ ഉള്ളിലുള്ള സ്പേസിനെ നമുക്ക് സബ് ക്യാപ്സുലാർ സ്പേസ് എന്ന് വിളിക്കാം. ദെൻ ഉൾഭാഗം കോർട്ടക്സ് ഉണ്ട്, കോർട്ടക്സ് കഴിഞ്ഞ് പാരാകോർട്ടക്സ്, പാരാകോർട്ടക്സ് കഴിഞ്ഞ് ഏറ്റവും ഉൾവശം മെഡുല്ല ആൻഡ് മൊത്തം ഏരിയയെ നമ്മൾ ഗ്ലാൻഡുലാർ സബ്സ്റ്റൻസ് എന്ന് വിളിക്കും. സോ ബേസിക് സ്ട്രക്ചറിന് പൂർത്തിയാവാൻ നമുക്ക് കണക്ഷൻ കൊടുക്കണം അല്ലെ. ഇത് നമ്മൾ പറഞ്ഞു ഫിൽറ്ററിംഗ് ആണ്. ലിംഫ് ഫിൽറ്ററിംഗ് വരാനായിട്ട് ലിംഫ് വെസൽസ് ഇങ്ങോട്ട് കണക്ട് ചെയ്യണം. സോ ഒരു ലിംഫ് വെസൽ ഇതാണ്, ഒരു ലിംഫ് വെസൽ ഇതാണ്, ഒരു ലിംഫ് വെസൽ ഇതാണ്, മറ്റൊരു ലിംഫ് വെസൽ ഇതാണ്. ഇനി ലിംഫ് വെസൽ വന്നു, അത് ഫിൽറ്റർ ചെയ്തിട്ട് പുറത്തേക്ക് പോകണം അല്ലെ. അപ്പോൾ അതിനുള്ള ഭാഗങ്ങൾ വേണം. ദെൻ ഫിൽറ്റർ ചെയ്യാനായിട്ട് ഫൈബേഴ്സ് വേണം. ഫിൽറ്റർ ചെയ്ത് കണ്ടുപിടിക്കുന്ന ആൾക്കാരെ കൊല്ലാനായിട്ട് അവിടെ ലിംഫോസൈറ്റ്സ് വേണം. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. സോ ഈ കോൺവെക്സ് സർഫസിൽ, മുകളിലുള്ള കോൺവെക്സ് സർഫസിൽ ഇങ്ങോട്ടേക്ക് വന്നു ചേരുന്ന ലിംഫാറ്റിക് വെസൽസ് ഉണ്ട്. സോ അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു ചേരുന്നതുകൊണ്ട് നമ്മൾ അഫറന്റ് എന്നായിരിക്കും വിളിക്കുക. അഫറന്റ് എന്താണ്? ലിംഫ് വെസൽസ് ആണ്. സാധാരണ 1 to 5 ഉണ്ടായിരിക്കും ലിംഫാറ്റിക് വെസൽസ്. ഒരെണ്ണം വന്നു കഴിഞ്ഞിട്ട് കാര്യമില്ല, കൂടുതൽ ഉണ്ടായിരിക്കും, വന്നു ചേരുന്നുണ്ടാവണം. സോ ഇവരിൽ നിന്ന് ഒഴുകി വരുന്ന, സോ ഇതിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്ന, ഇത് സൈനസിലാണ് ആദ്യം വരിക. സൈനസ് അല്ലെങ്കിൽ സബ് ക്യാപ്സുലാർ സൈനസിലായിരിക്കും ആദ്യം വരിക. ദെൻ ഇങ്ങനെ പല ലിംഫോസൈറ്റ്സിൽ നിന്ന് വരുന്ന ലിംഫ് നോഡുകളിൽ എത്തിച്ചേരുന്നുണ്ട്. സോ ഇതിന്റെ കോൺവെക്സ് സർഫസ് ഇവിടെയാ. ഈ ഭാഗത്തെ നമ്മൾ ഹൈലം എന്നാണ് വിളിക്കുന്നത് പറഞ്ഞു. സോ ഇവിടെ തിരിച്ചു പോകണം. തിരിച്ചു പോകുന്നതിനപ്പം എന്തായിരിക്കും നമ്മൾ പേര് പിടിക്കുക? എഫറന്റ് എന്നാണ്. എഫറന്റ് ലിംഫ് വെസൽസ് ആയിട്ടാണ് തിരിച്ച് പോകുക. സോ ഇപ്പോൾ 5, ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ 5 ഉണ്ട്. 1, 2, 3, 4 ഞാൻ വരച്ചിരിക്കുന്നത്. 4 ലിംഫ് വെസൽസിൽ നിന്ന് വരുന്നത് എല്ലാം കൂടി ഒന്ന് ചേർന്ന് തിരിച്ച് ഒരു ലിംഫ് വെസലായിട്ട് പുറത്തേക്ക് പോവുകയാണ്. സോ ഇത് മിക്കവാറും ലിംഫ് ട്രങ്ക് ആയിട്ടായിരിക്കും പുറത്തേക്ക് പോവുക. സോ ഒന്നിലധികം എഫറന്റ് വന്നു ചേരുകയും ഒരു എഫറന്റ് പുറത്തേക്ക് പോവുകയും ചെയ്യും. സോ ഈ ഹൈലത്തിന് വേറെയും ഫംഗ്ഷൻ ഉണ്ട്. ഹൈലത്തിന് ഇതിനകത്തേക്ക് ബ്ലഡ് സപ്ലൈ കൊടുക്കണം. ഞാൻ റെഡ് കളറിൽ വരച്ചിരിക്കുന്നത് ലിംഫ് നോട്ടിലേക്കുള്ള ആർട്ടറിയാണ്. തിരിച്ച് ബ്ലഡ് തിരിച്ചു പോകണം. അതപ്പോൾ വെയിൻ ആയിരിക്കും. സോ ദർ ഈസ് വെയിൻ കണക്ഷൻ ഉണ്ട്, ആർട്ടറി കണക്ഷനും ഇവിടെയുണ്ട്. സോ ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് പ്ലോട്ട്. സോ സ്ട്രക്ചറൽ ഏരിയ കണ്ടു. ഇനി നമുക്ക് ഫംഗ്ഷണൽ ഏരിയാസ് എന്തൊക്കെയാണ്, അത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കാം. സോ ദിസ് ഔട്ടർ കോർട്ടക്സ്, ഇതാണ് ഔട്ടർ കോർട്ടക്സ്. സോ ഇത് നമ്മൾ പറഞ്ഞു പാരാകോർട്ടക്സ് ആണ്, ഇത് മെഡുലയാണ്. സോ ദിസ് ഭാഗം, ഈ ഭാഗമാണ് ഔട്ടർ കോർട്ടക്സ്. ഔട്ടർ കോർട്ടക്സിൽ ഉള്ളതിനെ നമ്മൾക്ക് വിളിക്കാവുന്ന പേര് പ്രൈമറി ലിംഫോളിക്കിൾസ് എന്ന്. പ്രൈമറി ലിംഫോളിക്കിൾസ്. സോ ഇതാണ് നമ്മൾ പറയുന്ന പ്രൈമറി ലിംഫോളിക്കിൾ. സോ ഇവിടെ എല്ലാം ലിംഫോസൈറ്റ്സ് ആണ്. ഇതിനകത്ത് ഫുൾ ലിംഫോസൈറ്റ്സ് ആണ്. ഇവിടെ ഏറ്റവും നടുവിൽ ഈ നടുവിൽ ഇങ്ങനെ കാണുന്നത് ഇപ്പോൾ ഇത് ലിംഫോളിക്കിൾസ് ആണെങ്കിൽ നടുവിൽ അധികം ലിംഫോളിക്കിൾസ് ഇല്ല. അവിടെയുള്ളത് പ്രായപൂർത്തിയാകാത്ത ലിംഫോബ്ലാസ്റ്റിക് സെൽസ് ആയിരിക്കും, അല്ലെങ്കിൽ ബ്ലാസ്റ്റ് സെൽസ് ആയിരിക്കും. സോ ചുറ്റും മെച്യൂർ ആയിട്ടുള്ള സെൽസും ഉള്ളിൽ ബ്ലാസ്റ്റ് സെൽസും ആയിരിക്കും ഉണ്ടാവുക. സോ ഇമ്മച്യൂർ സെൽസ് ഉള്ള സെന്ററിനെ നമുക്ക് ജെർമിനൽ സെന്റർ എന്ന് വിളിക്കാം. സോ ഇതിനെ നമ്മൾ വിളിക്കുക ജെർമിനൽ സെന്റർ എന്നാണ് നമ്മൾ വിളിക്കുക. ആൻഡ് ഇതുപോലെ മെഡുലയിലും ഉണ്ട് ലിംഫോസൈറ്റ്സ്. ഇതൊരു മെഡുലയിലുള്ള ലിംഫോസൈറ്റ്സ് ആണ്. ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാം ഇതിവിടെ ഇങ്ങനെ ഇരിക്കുന്ന വിട്ടാണ് ഇരിക്കുന്നത്. ഒരെണ്ണം വരച്ചിട്ടുള്ളൂ, ഇവിടെ വരച്ചിട്ടുണ്ട്, ഇവിടെ വേണമെങ്കിൽ വരയ്ക്കാം, ഇവിടെ വേണമെങ്കിൽ വരയ്ക്കാം, ഇവിടെ ഇങ്ങനെ വരയ്ക്കാം. സോ ഇതിരിക്കുന്നത് മെഡുലറി കോഡ്സ് ആയിട്ടാണ്. മെഡുലറി കോഡ്സ് എന്നാണ് ഇവയെ വിളിക്കുക. കോഡ് ലൈക്ക് സ്ട്രക്ചർ. ആൻഡ് ഈ മെഡുലറി കോഡ്സിന് ചുറ്റുമുള്ള എല്ലാ വശങ്ങളും കൂടി ചേർന്നിട്ട്, സോ ഇതിലേക്ക് കൂടി ഒഴുകി വരികയാണ്, ലിംഫ് ഒഴുകി വരുന്നു. ആൻഡ് ഇതിന് ചുറ്റുമുള്ള എല്ലാ ഭാഗം കൂടി ചേർന്നിട്ടാണ് അത് പുറത്തേക്ക് എഫറന്റ്. ഇത് എഫറന്റ് ലിംഫാറ്റിക് വെസലാണ്. എഫറന്റ് ആണ്, എഫറന്റ് അല്ല. എഫറന്റ് ലിംഫാറ്റിക് വെസൽസ് ആയിട്ട് പോകുന്നത്. ലിംഫ് ഇതിലൂടെ വന്ന് കോർട്ടിക്കൽ ഭാഗത്തിലൂടെ ഒഴുകി അതിനുശേഷം പാരാകോർട്ടക്സിലൂടെ ഒഴുകി മെഡുല്ലയിലെത്തി അവിടെ നിന്ന് ഇത് എഫറന്റ് ആയിട്ട് വരും, പുറത്തേക്ക് പോകും. സോ ഈ പോണ പോക്കിൽ ഇത് ഈ ബ്ലഡ് സെല്ലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കോണ്ടാക്ട് ചെയ്തിട്ട് മാത്രമേ ഇവയ്ക്ക് പോകാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഇനി ലിംഫ് എങ്ങനെ ഒഴുകി വരുന്നു എന്ന് നോക്കാം. സോ ഇതിലൂടെ ലിംഫ് ഇങ്ങോട്ട് ഒഴുകി വരും. 4-5 ലിംഫ് വെസൽസ് എന്നുള്ള ലിംഫ് ക്യാപ്സ്യൂളിന്റെ ഇടയിലുള്ള സബ് ക്യാപ്സുലാർ സ്പേസിലേക്ക് ഒഴുകിയെത്തുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇത് സബ് ക്യാപ്സുലാർ സ്പേസിന്റെ ഇടയിലുള്ള സ്പേസിലേക്ക് ഒഴുകിയെത്തി. ഇനി അതിനുശേഷം പ്രൈമറി ലിംഫോളിക്കിൾസിന്റെ സൈഡിൽ, സോ ഇത് പ്രൈമറി ലിംഫോളിക്കിൾസ് ആണ്. ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട്, ഇവിടെ വരച്ചിട്ടില്ല. സോ ഈ സൈഡിലൂടെ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ട്രബിക്കുലയുടെ സൈഡ്. സോ ഇത് ട്രബിക്കുലയാണ്. ട്രബിക്കുലയുടെ സൈഡിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. സോ ഇവിടെ ഉള്ളത് കോഴ്സ് റെറ്റിക്കുലാർ ഫൈബർ ആണ്. വലിയ കോഴ്സ് റെറ്റിക്കുലാർ ഫൈബേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ അത് ഫിൽട്ടർ ചെയ്യും. ആരെ ഫിൽട്ടർ ചെയ്യും? ലിംഫിനെ ഫിൽട്ടർ നടത്തും. ദെൻ പ്രൈമറി ലിംഫോളിക്കിൾസ് ഇവിടെ ഉള്ളത് കോഴ്സ് അല്ല. ഇവിടെ ഉള്ളത് സ്മോൾ, അല്ലെങ്കിൽ എന്താ പറയാ, ഫൈൻ റെറ്റിക്കുലാർ ഫൈബർ. ഫൈൻ റെറ്റിക്കുലാർ ഫൈബേഴ്സ് ആണ്. സോ അവിടെയും ഫിൽട്രേഷൻ നടക്കും. സോ ഇവിടെ എല്ലാം ലിംഫോസൈറ്റ്സ് ആണ് നിറച്ചു വെച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാം. സോ ലിംഫോസൈറ്റ്സിനെ ഇങ്ങനെ ഒട്ടിച്ചേർന്നിരിക്കാനും ലിംഫ് ഫിൽട്ടർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ റെറ്റിക്കുലാർ ഫൈബേഴ്സ് ഇവിടെ ഉള്ളത്. ഓക്കെ,
സോ വൺ പ്രധാനപ്പെട്ട കാര്യം, പ്രൈമറി ലിംഫോളിക്കിൾസിന്റെ ഈ അരികുകളിൽ ആരുണ്ട്? അവിടെ ബീറ്റ ലിംഫോസൈറ്റ്സ് ഉണ്ട്. സോ ഇവിടെ ചുറ്റും ബി ലിംഫോസൈറ്റ്സ് ആണ്. ഇത് ബി ലിംഫോസൈറ്റ്സ് ആണ്. ഇതിന്റെ ജെർമിനൽ സെന്ററിലും ബി ലിംഫോസൈറ്റ്സ് ഉണ്ട്. ദെൻ ഫോളിക്കുലാർ ഡെൻഡ്രൈറ്റിക് സെൽസ് ഉണ്ട്. ദെൻ ഇവിടെ മാക്രോഫേജസും ഈ നടുവിൽ. സോ ഇതിലൂടെ ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ ഒഴുകി വരികയാണെങ്കിൽ എന്താ സംഭവിക്കുക? പണ്ട് ശരീരത്തിൽ എവിടെയെങ്കിലും നേരത്തെ വന്നിട്ടുള്ള മൈക്രോബ്സ് ഏതെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇവയ്ക്ക് സ്കാൻ ചെയ്യാൻ പറ്റും അല്ലെ. ബി ലിംഫോസൈറ്റ്സിന് മെമ്മറി സെൽസ് ഒക്കെ ഉള്ളതാണ്, ഇവർക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ആൻഡ് വീണ്ടും ഇത് താഴേക്ക് വരികയാണ്. താഴേക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും ഈ ഏരിയയിൽ പാരാകോർട്ടക്സ് ആണ്. ഇത് പാരാകോർട്ടക്സ് ആണെന്ന് പറഞ്ഞു. അവിടെ വെച്ചിരിക്കുന്നത് ബി ലിംഫോസൈറ്റ്സ് അല്ല, അവിടെ ടി ലിംഫോസൈറ്റ്സ് ആണ്. സോ ബി ലിംഫോസൈറ്റ്സ് കഴിഞ്ഞു വരുന്ന ഭാഗത്ത് ടി ലിംഫോസൈറ്റ്. ദെൻ ഈ ഭാഗത്തെ നമുക്ക് തൈമിക് ഡിപ്പെൻഡന്റ് സോൺ എന്നും പറയാം. തൈമിക് ഡിപ്പെൻഡന്റ് സോൺ എന്ന് പറയുന്നത് കാരണം ടി ലിംഫോസൈറ്റ്സ് ഉണ്ടാവുന്നത്, പ്രായപൂർത്തിയാവുന്നത്, മെച്യൂർ ആവുന്നത് തൈമസ് ഗ്ലാൻഡിൽ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് അവയെ തൈമിക് ഡിപ്പെൻഡന്റ് സോൺ എന്ന് പറയും. സോ അത് ഓർത്തിരുന്നില്ലെങ്കിലും കുഴപ്പമുള്ള കാര്യം. ദെൻ വീണ്ടും താഴത്തേക്ക് ഒഴുകാണ്. താഴത്തേക്ക് ഒഴുകി അത് വീണ്ടും എത്തിച്ചേരുന്നത് മെഡുല്ലയിലാണ്. മെഡുല്ലയിൽ ഇവിടെ എത്തുമ്പോഴത്തേക്കും വീണ്ടും മെഡുലറി കോഡ്സിൽ വീണ്ടും അവിടെ ബി ലിംഫോസൈറ്റ്സ് ഉണ്ട്. വീണ്ടും ബി ലിംഫോസൈറ്റ്സ് കടന്ന് വേണം ഇങ്ങോട്ടേക്ക് പോകാൻ. അവിടെ പ്ലാസ്മ സെല്ലുണ്ട്, ഓർമ്മയുള്ള സെല്ലുകളുണ്ട്, മാക്രോഫേജസ് ഉണ്ട്. സോ ഇങ്ങനെ അപ്പോ ഇതിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്ന ലിംഫ് ഔട്ടർ കോർട്ടക്സിൽ വെച്ചിട്ട് ഏറ്റവും പുറത്ത് വെച്ചിട്ട് ബി ലിംഫോസൈറ്റ്സിനെ കാണും. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ടി ലിംഫോസൈറ്റ്സിനെ കാണും. അത് കഴിഞ്ഞ് മെഡുല്ലയിൽ എത്തുമ്പോൾ വീണ്ടും ബി ലിംഫോസൈറ്റ്സും മാക്രോഫേജസിനെയൊക്കെ കാണും. സോ ഇനി അത് ഫിൽട്ടർ ചെയ്തു, അതുമായിട്ട് ഇന്ററാക്ട് ചെയ്തു, അപ്പോഴത്തേക്കും കണ്ടുപിടിക്കാനുള്ളതൊക്കെ കണ്ടുപിടിക്കും. സോ ഇത് ഒഴുകി എഫറന്റ് ലിംഫാറ്റിക് വെസൽ വഴി പുറത്തേക്ക് പോകും. സോ അനാറ്റമി കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ഫങ്ഷൻസ് ആണ് പറയാനുള്ളത്. ഫങ്ഷൻസ് എന്താണ്? ഫങ്ഷൻ ഈസ് ടു ഫിൽട്ടർ ലിംഫിനെ ഫിൽട്ടർ ചെയ്യുക എന്നുള്ളതാണ്. ചെയ്യുക എന്ന് മലയാളത്തിൽ എഴുതേണ്ടതാണ്, സോറി ഇംഗ്ലീഷ് ആയി പോയി. സോ ഫിൽട്രേഷൻ ഓഫ് ലിംഫ് ആണ്. സോ ഇവിടെ വെച്ചിട്ട് ലിംഫിനകത്തുള്ള ഇതിലൂടെ വരുന്ന ലിംഫിലൂടെ ഒഴുകി വരുന്ന അതിനകത്ത് ആന്റിജൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, ശരീരത്തിൻ്റെതല്ലാത്ത പുറത്തു നിന്നുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. ബി ലിംഫോസൈറ്റ്സിന് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ഉണ്ട്, ടി ലിംഫോസൈറ്റ്സിന് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. സോ ആന്റിജൻസിന് അവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ തട്ടിക്കളയും, കൊല്ലും, നശിപ്പിക്കും. സോ ഇവിടെ ലിംഫോസൈറ്റ്സിന്റെ ഒരു ഹോസ്റ്റിംഗ് കോളനി അല്ലെങ്കിൽ ഹൗസിംഗ് കോളനി ആയിട്ട് മാത്രമാണ് ഈ ലിംഫ് നോഡ്സ് ഇവിടെ ആക്ട് ചെയ്യും. സോ അതിനു വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ദിസ് ലിംഫ് നോഡ്സ് എന്ന് പറയുക. ഇവിടെ വെച്ചിട്ട് ലിംഫോസൈറ്റ്സ് വിൽ ഗെറ്റ് ആക്ടിവേറ്റഡ്. അത് ഡിഫറൻഷിയേഷൻ നടക്കുന്നുണ്ട്, പ്രോലിഫറേഷൻ നടക്കുന്നുണ്ട്. സോ ലിംഫിനെ ഫിൽട്ടർ ചെയ്തിട്ട് ആന്റിജനെ കണ്ടുപിടിച്ചിട്ട് കൊല്ലുന്ന പണിയാണ് ലിംഫ് നോഡ്സിന് ഉള്ളത്. അതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ പിടിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചില ലിംഫ് നോഡ്സ് വലുതാവുന്നതിന് കാരണം അവിടെ കൂടുതലായിട്ട് ലിംഫോസൈറ്റ്സ് വർദ്ധിക്കുന്നത് കൊണ്ടാണ്, വളരുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ ലിംഫ് നോഡ്സ് അങ്ങനെ വീർത്ത് വരുന്നത്. ഇനി പടം വരയ്ക്കാൻ സിമ്പിളാണ്. ഞാൻ കറുത്ത ഭാഗത്ത് വരയ്ക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. സോ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ആദ്യം എന്നിട്ട് ഈ ഭാഗം ചെറുതായിട്ട് വരയ്ക്കാം. ഇവിടെ നമുക്ക് കണക്ഷൻ കൊടുക്കാൻ ഒരു 5 കണക്ഷനെങ്കിലും കൊടുക്കണം. ഇവിടെ നിന്ന് ഒരെണ്ണം പുറത്തേക്ക് പോകണം. ദെൻ കണക്ഷൻ കൊടുക്കുമ്പോൾ ഇവിടെ കുറച്ച് ഇടയിലൊരു സ്പേസ് വേണം. ദെൻ ഇവിടെ ബ്ലഡ് സെൽസ് വരയ്ക്കുക, ഇവിടെ ബ്ലഡ് സെൽസ് വരയ്ക്കുക, ലിംഫാറ്റിക് കോഡ്സ് ഇങ്ങനെ വരയ്ക്കാം. ദെൻ ഇവിടെ നമുക്ക് പാരാകോർട്ടക്സും വരയ്ക്കാം. സോ ഇത്ര വരച്ചു കഴിഞ്ഞാൽ ഈ പടവും വരയ്ക്കാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.